അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പൂമല. മഞ്ഞപ്പൂമല, വെള്ളപ്പൂമല അല്ലേ? ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിതാ രാവിലെ തന്നെ ഇറങ്ങിട്ടോ. പ്രത്യേകിച്ച് ഇന്ന പോയിൻ്റ് ഇന്ന ലൊക്കേഷൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളങ്ങനെ ഇറങ്ങി അത്രേ ഉള്ളൂ. പിന്നെ സമ്മർ ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്, പിന്നെ പച്ചപ്പൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഡാനിഷ് ഗ്രാമങ്ങളിലൂടെ പോകാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങൾ കാണാം. ഗ്രാമങ്ങൾ എന്ന് പറയുമ്പം ഒരുപാട് വീടുകളൊന്നുമില്ല, കൂടുതലായിട്ടും കൃഷിസ്ഥലങ്ങളും ഇതുപോലൊക്കെ തന്നെ. നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ പോകുമ്പോൾ കുറേ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ, കുറേ കഴിയുമ്പോൾ കുറച്ച് വീടുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഡെൻമാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അതൊരു സ്കാൻഡിനേവിയൻ രാജ്യമാണല്ലോ. ലോകത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ രാഷ്ട്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഒരു ചെറിയ രാജ്യമാണ് ഡെൻമാർക്ക്. ഒരു പ്രത്യേകത എന്താ അറിയോ? കോപ്പൻഹേഗനിലെ ആധുനിക കെട്ടിടങ്ങൾ മുതൽ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ചെറു ഗ്രാമങ്ങൾ വരെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണാം. ഇവിടെയൊക്കെ പണ്ടത്തെ ആ വീടുകൾ അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷേ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും ആ പഴമ അവരത് സൂക്ഷിച്ചുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. അത് ഭയങ്കര മനോഹരമായിട്ട് ഇങ്ങനെ ആ പഴയ കെട്ടിടങ്ങൾ വെച്ചിട്ട് ശരിക്കും അതിൻ്റെ ഉള്ളിൽ മോഡേൺ സെറ്റപ്പൊക്കെ ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ പുറമെ അപ്പോഴും ആ നാട് പണ്ടെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടുത്തെ മനുഷ്യർ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നവരാണ്. ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കുന്നതിന് ഇവർക്ക് ഒരു പ്രത്യേക വാക്ക് തന്നെയുണ്ട്, ഒരു കൺസെപ്റ്റ്. അതിനെ അവർ ഹ്യൂഗെ എന്നാണ് പറയുന്നത്. ഹ്യൂഗെ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ അതൊരു അനുഭവമാണ്. അവരെ സംബന്ധിച്ച് അതൊരു സുഖപ്രദമായ, ശാന്തമായ, അല്ലെങ്കിൽ അതിമനോഹരമായ ചെറിയ ചെറിയ താളങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നിമിഷങ്ങൾ. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഒരു മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചിരിക്കുന്നത്, ഒരു നല്ല തണുത്ത വൈകുന്നേരങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ചൂടുള്ള കോഫി കുടിക്കുന്നത്, പിന്നെ തങ്ങളുടെ ഫാമിലിയായിട്ട് ചെലവഴിക്കുന്ന മനോഹരങ്ങളായ നിമിഷങ്ങൾ, ഇതൊക്കെയാണ് ഹ്യൂഗെ. ഡാനിഷ് ജനതയുടെ സന്തോഷത്തിന് പിന്നിൽ ഈ ഹ്യൂഗെ സംസ്കാരം ഒരു പ്രധാന ഘടകമാണ്. കാരണം അവർ പ്രാധാന്യം കൊടുക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾക്കല്ല, എന്നാൽ അവർ സന്തോഷം കണ്ടെത്തുന്നത് ചെറിയ ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. അവർ വീടുകൾ തന്നെ ഈ ഹ്യൂഗെ അനുഭവിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ചൂടുള്ള ബ്ലാങ്കറ്റ്, പിന്നെ വളരെ മൃദുവായിട്ടുള്ള വെളിച്ചം, പോസിറ്റീവ് എനർജി, പിന്നെ അവർക്ക് പ്രകൃതിയോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് ഹ്യൂഗെ. അപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവരുടെ ജീവിത സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇങ്ങനെ കാഴ്ചകളും കണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ ദൂരെ ഒരു മഞ്ഞപ്പാടം കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് അവിടേക്ക് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ തിരിച്ച് നേരെ പോയപ്പോൾ ഒരു ചെന്നെത്തുന്ന കാഴ്ച ഉണ്ടോ? ഒരു മല നിറയെ പൂപ്പാടങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കാണാമെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോൾ അത് നമ്മളെ വേറെ ഏതോ വഴിയിലൂടെയൊക്കെയാണ് പോയത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ ഒരു സ്പോട്ട് കിട്ടി. നമ്മളിതാ അവിടെ കാർ ഇങ്ങനെ പാർക്ക് ചെയ്തു. ഇവിടെ ആക്ച്വലി വെള്ള കളറ് പൂപ്പാടങ്ങളാണ്. ഇതിൻ്റെ ഒരു സൈഡിലാണ് മഞ്ഞ ഉള്ളത്. അത് ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് വെള്ളയാണ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പം വളരെ ഈ കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള വെള്ള കളറിലിട. എനിക്ക് തോന്നുന്നത് ഇതും ഒരു തരം റാപ്സീഡ് തന്നെ ആണ്, വെള്ള കളറിലെന്നാണ് തോന്നുന്നത്. ശരിക്കും പ്രകൃതിയെ മനസ്സിനെ ഉണർത്തുന്നൊരു കാഴ്ച തന്നെയാണ് കേട്ടത്. ഭയങ്കര പച്ചയും വെള്ളയും, എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. ഭയങ്കര മധുരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു ഇത്. ഇവർ ഇതിൽ നിന്ന്
എണ്ണ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവരിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നല്ലൊരു ചടച്ച വിൻ്റർ കഴിഞ്ഞ് വരുമ്പോഴേ നല്ലൊരു സമ്മറിലേക്ക് മാറുമ്പം അതിമനോഹരമായ കാഴ്ചയല്ലേ ഇത്. അത് ശരിക്കും ആ ഒരു വൈബ് മാറ്റും. നമ്മൾ ഒരു ഡിപ്രസ്ഡ് മൂഡിലായിരിക്കും ഈ വിൻ്റർ സമയങ്ങളിലൊക്കെ. അത് മാറി നല്ലൊരു മറ്റൊരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മളെ മനസ്സും ശാന്തമാകും, ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ ആ മലമുകളിൽ നിന്ന് ഇങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ എത്ര മനോഹരമായ കാഴ്ചയാണെന്നോ കാണുന്നത്. ഭയങ്കര സൈലൻസ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ആളുകളൊക്കെ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് ഇതിൻ്റെ രഹസ്യം തന്നെ ഇതായിരിക്കണം. ഇത്രയും സമാധാനത്തോടെ ഇവർ ജീവിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ലോകത്ത് സന്തോഷമുള്ള ആൾക്കാരായി മാറുന്നതും. കണ്ടിട്ടും മതിയാവുന്നില്ല. ആകാശവും ആ ഒരു പച്ചപ്പും അതിൻ്റെ ഇടയിലുള്ള ഈ കുഞ്ഞു വീടുകളും ആ ചുവപ്പ് കളറും ശരിക്കും എന്താ പറയുക, നല്ല പെയിൻറ്റിങ്സിന് പറ്റിയ ഒരു ആംബിയൻസ് കണ്ടോ. ചുവന്ന കുഞ്ഞു പോപ്പി ഫ്ലവേഴ്സ് അവിടെ എല്ലാം നിറഞ്ഞുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി. കാരണം അങ്ങ് ദൂരെ അതാ മഞ്ഞ കാണുന്നു, നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ മഞ്ഞപ്പാട ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ്. ഞാൻ ആക്ച്വലി ഇത് മുൻപ് അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ നോർത്ത് പോയ കടുക് പാടങ്ങളുണ്ടെങ്കിലും ഞാൻ ആകെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ നോക്കിയാൽ കാണാം, ഞാനെപ്പോഴും പൂക്കളെ ചിത്രം വരക്കാറുണ്ട്, പിന്നെ അത് ആസ്വദിക്കാറുണ്ട്, ഫോട്ടോസ് എടുക്കാറുണ്ട്. സോ ഇതെനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് കുട്ടി ട്രിപ്പ്. കണ്ടോ അങ്ങ് ദൂരെ മഞ്ഞ തെളിഞ്ഞ് വരുന്നത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി തന്നെ പോവാം.
അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി നേരെ പോകുന്നത് ആ ദൂരെ കാണുന്ന ആ സ്ഥലമല്ലേ, കുറേ വീടുകൾ, വെള്ള പൂപ്പാടങ്ങളും പിന്നെ അതുപോലെ തന്നെ മഞ്ഞ. അപ്പോൾ ഞങ്ങൾ കരുതി അതിൻ്റെ മുകളിൽ, ആ കുന്നിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് താഴേക്കുള്ള നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കറങ്ങി അങ്ങോട്ട് പോയി. നമ്മൾ ആ പോകുന്ന ആ വഴിയൊക്കെ ഒന്ന് നോക്കൂ, എത്ര മനോഹരമാണ് ആ വീടുകളും. എന്തായാലേ ശരിക്കും ഞാനിതൊക്കെ പണ്ട് സ്ക്രീൻ സേവറായിട്ടും ഡെസ്ക് ടോപ്പിലൊക്കെ കണ്ടത്. ആഹാ, ബ്യൂട്ടിഫുൾ. മനസ്സിങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. അങ്ങനെ ഈ കുന്ന് കയറി ഇങ്ങനെ തിരിഞ്ഞ് ദാ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ടേ. നമുക്ക് അവിടെ എവിടെയും കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കാം. എന്നിട്ട് നമുക്കിവിടെ ഇറങ്ങിയാൽ മൊത്തം കാഴ്ചയും കാണാമല്ലോ. സ്ഥലം നല്ല സ്ഥലമല്ലേ, നമുക്ക് ഇറങ്ങി നോക്കാം. നല്ല വ്യൂ ഉണ്ട് ഇവിടുന്ന്. കുറച്ചുകൂടി നേരത്തെ നമ്മൾ അവിടുന്ന് കണ്ട ആ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള സ്ഥലമാണ്, കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പൂമല. മഞ്ഞപ്പൂമല, വെള്ളപ്പൂമല അല്ലേ? എനിക്ക് പൂവാണ് ഭയങ്കര ഇഷ്ടമാണ്. സോ ആക്ച്വലി എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. പിന്നെ അകുൽ എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയതാണ്. ഞാനിങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ എടുത്തു, പിന്നെ കുറേ വീഡിയോസ് എടുത്തു. അതൊക്കെ കണ്ട് മനസ്സ് സന്തോഷമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എന്ത് രസമല്ലേ, ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ലവ് അയക്കണേ ഗൈസ്. ഓക്കെ, ബായ്. ഇന്ന് ഇത്ര മാത്രം. നമുക്കിനി അടുത്ത വീഡിയോയിൽ മറ്റേതെങ്കിലും ഇതുപോലെ ഒരു സ്ഥലത്ത് പോവാം.